വയനാട് ദുരന്തത്തിലകപ്പെട്ടവരുടെ കൂട്ടമായ സംസ്കാരം ഉടൻ. പുത്തുമലയിൽ സംസ്കരിക്കുന്നത് തിരിച്ചറിയാത്ത 31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളുമാണ്. സംസ്കാരത്തിന് തയ്യാറാക്കിയ കുഴികളുടെ മുന്നിൽ DNA സാമ്പിൾ നമ്പറുകൾ രേഖപ്പെടുത്തും. 8 മൃതദേഹങ്ങൾ ഇന്നലെ രാത്രിയിൽ സംസ്കരിച്ചിരുന്നു. അതേസമയം കാണാതായവർക്കായുള്ള തെരച്ചിൽ 7ാം ദിവസവും തുടരുകയാണ്. ഇതുവരെ 358 പേർ മരിച്ചതായാണ് സ്ഥിരീകരണം. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ജീവൻ പൊലിഞ്ഞവരെ സംസ്കരിക്കുകയാണ്. കൂട്ടമായിട്ടാണ് പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. എത്ര മണിക്കാണ് ഈ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചതോടൊപ്പം മറ്റു വിവരങ്ങളും? KP സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകും. കൂട്ടമായുള്ള സംസ്കാരം, അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. 31 മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കുക. ഒപ്പം തന്നെ തിരച്ചിലും വ്യാപകമായി തന്നെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് യന്ത്രസഹായത്തോടെയുള്ള ആധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള തിരച്ചിലുകൾ ഇവിടെ വ്യാപകമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ കുഴികൾ എടുത്തുകൊണ്ടും വലിയ മൺകൂനകളും വലിയ മണൽക്കട്ടകളും ഒക്കെ മാറ്റിക്കൊണ്ടുള്ള ഉരുളൻ കല്ലുകളുമൊക്കെ മാറ്റിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് വ്യാപകമായി ഈ ചൂരൽമല കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മുണ്ടക്കയും പുഞ്ചിരിവട്ടവും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളുമുണ്ട്. ഇന്ന് പ്രധാനമായും സൈന്യം നേതൃത്വം നൽകുന്ന പരിശോധനകൾ നടക്കുന്നത് ഈ റഡാർ സംവിധാനവും ഒപ്പം തന്നെ കേഡാർ നായകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ കേഡാർ നായകൾ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ചില മേഖലകളുണ്ട്. സൂചനകൾ നൽകിയ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വനമേഖലകൾ കേന്ദ്രീകരിച്ചും പുഴകൾ കേന്ദ്രീകരിച്ചുമൊക്കെയുള്ള പരിശോധനകൾ ഇന്നും നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇപ്പോൾ ഈ ദുരന്ത മേഖല ചുരൽ മേഖല സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ആഘാതമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ സഹായം കേന്ദ്രം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാടിനോടൊപ്പമുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അവഗണിച്ചുകൊണ്ടുള്ള ഒരു വരുത്തിവെച്ചൊരു അപകടമായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ നേരത്തെ കേന്ദ്രം നടത്തിയിരുന്നു. അത് അടിസ്ഥാനമാക്കി അതിന് അടിവരയിടുന്ന ഒരു കാര്യം തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം മന്ത്രിയുടെ ഭൂപേന്ദ്ര യാദവിന്റെ ഭാഗത്തുനിന്ന് ഒരു ട്വീറ്റായിട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ കയ്യേറ്റങ്ങളും അനധികൃത കയ്യേറ്റങ്ങളും കുടിയേറ്റവുമൊക്കെയാണ് ഈ വരുത്തിവെച്ച വിനയ്ക്ക് കാരണമെന്നുള്ളത്. ഏത് തരത്തിലാണ് ആ ഒരു വിഷയത്തെ നോക്കുന്നത്? തീർച്ചയായിട്ടും ഒരു മഹാദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവം ഇതാണ് ഉരുൾപൊട്ടലുകളിൽ ഒന്നാണ്. ഇത്രയും വലിയ കാഷ്വാലിറ്റി, ഇത്രയും വലിയ മരണങ്ങൾ എല്ലാം വളരെ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ്. എല്ലാവരും ചേർന്ന് നിന്ന് തന്നെയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ദുരന്ത നിവാരണവും നടത്തുന്നത്. നമ്മളെല്ലാവരും മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുള്ള ആളുകളും ഒരുമിച്ച് കൂടെ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നല്ല നിലയിൽ സൈന്യം ഇടപെട്ടു. സൈന്യമാണ് ഇതിലൊരു 90% പ്രവൃത്തിയും. ആളുകളെ ജീവൻ രക്ഷിച്ച കാര്യത്തിലായാലും മറ്റ് കാഷ്വാലിറ്റി അപകടം കുറയ്ക്കുന്ന കാര്യത്തിലായാലും ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത് NDRF-ഉം സൈന്യവുമാണ്. ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള മിഷണറീസ് എല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ കേരള പോലീസിനെയോ ഫയർഫോഴ്സിനെയോ ഒന്നും തന്നെ, അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് അതോറിറ്റികളെ ഒന്നും ഞാൻ വില കുറച്ച് കാണുന്നില്ല. അവരെല്ലാവരും രംഗത്തുണ്ട്, നന്നായിട്ട് അവർ അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നടന്ന പ്രവർത്തനങ്ങളിൽ ഒരു 90% ഉപകരണങ്ങളായാലും അവരുടെ ശ്രമങ്ങളായാലും എല്ലാം സൈന്യത്തിൻ്റെതും കേന്ദ്ര സർക്കാരിൻ്റെയാണ്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ എല്ലാ ദുരിതങ്ങളിലും കൈയച്ച് സഹായിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും പുനരധിവാസത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നമ്മൾ തുടങ്ങുകയാണ്. പക്ഷേ പുത്തുമലയിലും കവളപ്പാറയിലും വെട്ടിമുടിയിലും നടന്ന പുനരധിവാസം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ 6 ദിവസമായിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങളെല്ലാവരും പോയി ആളുകളെ കാണുകയും ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്യും. പുത്തുമലയിൽ എത്രയോ പേരെ ഞാൻ കണ്ടു. പുത്തുമലയിൽ പുനരധിവാസത്തിന് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട പല കാര്യങ്ങളും വിക്ടിംസിന് കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങളാരും ഇപ്പോൾ അതൊരു സംഭവമായി ഉയർത്തിക്കൊണ്ടുവരികയോ അതിൻ്റെ പേരിലൊരു പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്യാത്ത ഇതിന് ഔചിത്യക്കുറവുള്ളത് കൊണ്ടാണ്. ഈ ഒരു ദുരന്ത മുഖത്ത് നമ്മൾ അനൗചിത്യമാണ് പറയുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ സത്യമായിട്ട് തന്നെ നിൽക്കും. 1985 ഇവിടെ 84 ഇവിടെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. 85 മാതൃഭൂമിയിൽ വന്നൊരു ലേഖനം, ഇപ്പോൾ ചില പത്രങ്ങൾ അത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അന്ന് തുടങ്ങിയ മുന്നറിയിപ്പുകളുണ്ട്. ഒരു മുന്നറിയിപ്പും ഇവിടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഞാനിപ്പോൾ പറയുന്നത് ഈ ഉരുൾപൊട്ടലിന്റെ തലേ ദിവസങ്ങളിലെ കാര്യം മാത്രമല്ല. പുത്തുമല ദുരന്തമുണ്ടായതിനു ശേഷം സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാക്കിയ, അവരുടെ വിദഗ്ധ സംഘം തയ്യാറാക്കി, കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ല, തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ അവരുടെ കയ്യിലുണ്ട്. അതിൽ 1 ഇഞ്ച് പോലും സർക്കാർ മുമ്പോട്ട് പോയിട്ടില്ല. ഇത്രയധികം അനധികൃത ക്വാറിയിങ് നടക്കുന്ന സ്ഥലം, ഇത്രയധികം എൻക്രോച്ച്മെന്റ് ഉണ്ടായിട്ടുള്ള സ്ഥലം നമുക്ക് കാണാൻ കഴിയില്ല. അത് ഒന്നും പറയരുത് എന്ന് പറയുന്നത്
ഒരു ശരിയായ കാര്യമല്ല. നമ്മൾ ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയുന്നു, അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഇതൊക്കെ നമ്മളെ ഭംഗിവാക്കുകളാണ്. വസ്തുതയായിട്ട് തന്നെ നിൽക്കുകയാണ്. ഈ പിണറായി വിജയൻ ഗവൺമെന്റ് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ എന്താണ് ഇക്കാര്യത്തിൽ ചെയ്തത് എന്നുള്ളത് പുറം ലോകത്ത് അറിയേണ്ടത് തന്നെയാണ്. ലാബ്സ് ഗുരുതരമാണ്. അതുകൊണ്ട് അതൊക്കെ പുറത്തു വരും. പക്ഷേ ഇപ്പം നമ്മളെല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഇനി മനുഷ്യരുടെ മൃതദേഹങ്ങൾ കിട്ടാനുണ്ടോ, ക്യാമ്പുകളിൽ റിലീഫ് എന്താണ്, തിരിച്ച് വീടുകളിലേക്ക് പോകാൻ വാടക വീടെങ്കിൽ വാടകയ്ക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അതിനൊക്കെയുള്ള പദ്ധതികളാണ്. ഞങ്ങളെല്ലാവരും ഊണും ഉറക്കം കഴിഞ്ഞ് അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. പിന്നെ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഒരു മാർഗനിർദ്ദേശവും വന്നിട്ടില്ല. ഇവിടെ പല സന്നദ്ധ സംഘടനകളും പൊളിറ്റിക്കൽ പാർട്ടികളും ഒക്കെ വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീടുകൾക്ക് സ്ഥലം ആര് കൊടുക്കും? സ്ഥലം സ്വന്തമായിട്ട് നമ്മൾ തന്നെ കണ്ടെത്തണോ? ഇനി എന്തൊക്കെ സ്പെസിഫിക്കേഷനാണ് അവർ പറഞ്ഞത്? എന്താണ് അവരുടെ മാർഗനിർദ്ദേശങ്ങൾ? ഇപ്പോൾ വീട് തന്നെയാണെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്? അതിൽ സർക്കാർ സ്ഥലം കൊടുക്കുമോ? ഇതുപോലത്തെ നിരവധി കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും വന്നിട്ടില്ല. ചില ആളുകൾ നേരെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. BJP അത്തരം പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടില്ല. പക്ഷെ ഞങ്ങളും പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ശരിയായ ഒരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. ഞങ്ങളെ ഉത്തരവാദിത്വം നിർവഹിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ തുടർ നടപടികൾ ഉണ്ടാകും. കൃത്യമായി കേന്ദ്രം ഈ പദ്ധതികളെല്ലാം കാര്യങ്ങളെല്ലാം വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഈ പ്രദേശം സന്ദർശിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചൂരന്മലയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇനി മുകൾ ഭാഗത്തേക്ക് മുണ്ടക്കൈ മേഖലയിലേക്കാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഒട്ടനവധി മുന്നറിയിപ്പുകൾ വർഷങ്ങൾക്ക് മുൻപേ നൽകിയിട്ടും അതൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു കേരള സർക്കാർ ഇടതും വലതും മാറി മാറി ഭരിച്ച കേരളത്തിൽ ഉണ്ടായത്. അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലം എന്ന പോലെയാണ് ഈ വരുത്തിവെച്ച വിനയായിട്ട് ഇങ്ങനെയൊരു സംഭവം, ഇങ്ങനെയൊരു ദുരന്തം ഈ വയനാട് നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ്. അത് എടുത്തു പറയുമ്പോൾ കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദ്ര യാദവും ഒപ്പം തന്നെ നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മുന്നറിയിപ്പുകൾ അവഗണിച്ചു, കേരളം അവഗണിച്ചു എന്നുള്ള കാര്യം ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയം പറയരുത്, അത് പറയാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ള കാര്യം തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഈ മേഖലകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഖലകൾ സന്ദർശിച്ചുകൊണ്ട് വിലയിരുത്തലുകൾ നടത്തുന്നു. ഏതൊക്കെ രക്ഷാദൗത്യം അടക്കമുള്ള കാര്യങ്ങളിൽ സൈന്യം നടത്തിയിരിക്കുന്ന പരിശ്രമങ്ങൾ, അശ്രാന്തമായ പരിശ്രമങ്ങൾ, അക്കാര്യങ്ങളെപ്പറ്റിയെല്ലാം വിശദമായിട്ടുള്ള വിലയിരുത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സൈന്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ പ്രയത്നം വേണ്ടി വന്നത് സൈന്യത്തിൽ നിന്നുമാണ്. ഏറ്റവും കൂടുതൽ പ്രയത്നം നടത്തിയത് സൈന്യം തന്നെയാണ്. അക്കാര്യങ്ങളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്തായാലും ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്ദർശനം തുടരുകയാണ്. ഓരോ മേഖലകളിലും തിരച്ചിലുകളും വ്യാപകമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. JCBകളും ഹിറ്റാച്ചികളും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലുകളും ഈ ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. KP